ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർബിൾ വ്ളോഗേഴ്സ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു മൊബൈൽ ഫോണാണ് മൈക്രോമാക്സ്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിനി പയ്യെ അൺബോക്സ് ചെയ്യാം. ഇതിനകത്തൊരു ഇൻവോയ്സ് ഉണ്ട്. എമൗണ്ട് വന്നിരിക്കുന്നത് 11,500 റുപ്പീസാണ്. GST എല്ലാം ചേർത്താണ്. മൈക്രോമാക്സ് ഇൻ 1. ഇതാണ് നമ്മുടെ ഫോൺ. ഇത് 6 GB ബൈ മൈക്രോമാക്സ്. കൊള്ളാമല്ലേ? കവറിങ് എല്ലാം നല്ല കവറിങ് ആണ്. 16.9 സെൻറ്റിമീറ്റർ അല്ലേ ഇതിൻ്റെ സൈസ്. 48+2 മെഗാപിക്സൽ, 5000 മെഗാവാട്ട്സ് ആണ് ഇതിൻ്റെ ബാറ്ററി. ആൻഡ്രോയിഡ് വെർഷനാണ്. ഇനി നമുക്കിത് പയ്യെ സീൽ തുറക്കാം. സീലുണ്ട്, ആ സീലും നമുക്ക് പയ്യെ എടുക്കാം. ചില പാടാണ്, നമുക്ക് പയ്യെ നോക്കാം. എന്തെങ്കിലും വെച്ച് കീറാം അല്ലേ? എന്നാൽ പയ്യെ എടുത്തോളൂ. ചില പാടല്ലേ വരാൻ. വന്നിട്ട് മുകളിൽ നിന്ന് എടുത്തോ. വാ, ഫൈനലി. എടുത്തോളൂ. കൊള്ളാം അല്ലേ? നമുക്ക് ആദ്യം ഇതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. ബോക്സിൽ ഓക്കെ, ഇതിനൊരു അല്ലേ കവറുണ്ട്. നല്ല വൈറ്റ് കവറാണ്. പിന്നെ സിം ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിൻ്റെ ഗ്യാരണ്ടി പേപ്പേഴ്സാണ്. യൂസർ ഗൈഡാണ് ഇത്. ചാർജ് കേബിൾ, 18 watts ഫാസ്റ്റ് ചാർജർ. 18 watts ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഫോൺ പയ്യെ നോക്കാം. ഫോണൊന്ന് കവർ എടുത്തോളൂ. കൊള്ളാം. ഇതിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ട് കേട്ടോ. സ്ക്രീൻ ഗാർഡും കിട്ടിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ സ്ക്രീൻ ഗാർഡും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് അല്ല, മറ്റേ സ്ക്രീൻ ഗാർഡാണ്. സ്ക്രീൻ ഗാർഡാണ്. ശരി, ഓണായിട്ടുണ്ട്. കൊള്ളാം അല്ലേ? അങ്ങനെ ഫോൺ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണക്ട് ടു മൊബൈൽ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ സിം ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. വൈഫൈ, നമുക്കൊരു വൈഫൈ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, അതിപ്പം തന്നെ അപ്ഡേറ്റ് ആവും. വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വൈഫൈ ഫെസിലിറ്റി ഉള്ള കാരണം നമ്മളങ്ങനെ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ് കണ്ട കോപ്പി ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റ, അപ്പോൾ നമുക്കെല്ലാം നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം. ബ്രിങ് യുവർ ഡേറ്റ ഫ്രം ബാക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലൗഡിൽ നമുക്കത്
നമുക്കിപ്പോൾ തൽക്കാലം ഡോൺ കോപ്പി, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എക്സെപ്റ്റ് സ്ക്രീൻ ലോക്ക്, തൽക്കാലം അതും സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ്. നെക്സ്റ്റ്. വാ, നല്ലൊരു അല്ലേ ഡിസ്പ്ലേ, നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ 64 GB ആയ കാരണം അന്ന് നല്ല ഫാസ്റ്റ് ആയിരുന്നു. പെട്ടോട്ടാണ് ഇത് ഓപ്പണായി. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് നമ്മൾ പോകാം. ഡീറ്റെയിൽസ് അബൌട്ട് ഫോണിൽ കാണും. 6 GB റാമാണ് കാണാവുന്നതാണ്. ഇൻറ്റർണൽ സ്റ്റോറേജ് 128 GB, അത് 116 GB നമുക്ക് യൂസ് ചെയ്യാം. സ്ക്രീൻ റെസൊല്യൂഷൻ, ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസാണ്. കൊള്ളാം, അത്രയും സ്പേസ് ഉള്ള. പിന്നെ 6 GB റാമായ കാരണം അതിൻ്റെ ഒരു അത് കാണും. ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഓക്കെ, നല്ല ക്ലാരിറ്റിയാണ്, കൊള്ളാം. അല്ലേ? ഈ കവർ ഇതൊന്ന് മാറ്റിക്കേ, നമുക്ക് ഒന്നുകൂടെ എടുത്ത് നോക്കാം. കണ്ടോ, അതിൻ്റെ ഫാസ്റ്റ് ക്യാമറ കൊള്ളാം. എല്ലാം സൂം ചെയ്താലും അല്ലേ കൊള്ളാം. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ക്യാമറയും കാര്യങ്ങളും. പിന്നെ രണ്ട് സിമ്മും ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ടും ഉണ്ട്. പിന്നെ ഇത് ഫിംഗർ നമുക്ക് ലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ ഈ പ്രൈസിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാം ഫാസ്റ്റാണ്, കുഴപ്പമില്ല. സോ നിങ്ങൾക്കും ഇത് ഫ്ലിപ്കാർട്ട് ത്രൂ മേടിക്കാം. നമ്മൾ ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് മേടിച്ചിരിക്കുന്നത്. സോ ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് ബൈ മൈക്രോമാക്സ്. താങ്ക് യു.